everyone, welcome back to my channel. So today's video is all about how to make a vision board. Why should we make a vision board എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ വിഷൻ ബോർഡിനെ കുറിച്ച് പറയാം. അപ്പോൾ വിഷൻ ബോർഡ് എന്നുള്ളത് നമ്മളെ ഒരു സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇതേപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വിഷൻ ബോർഡിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ചെയ്തിട്ടുമില്ല, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ ഒരു 2024 എൻഡൊക്കെ ആയ സമയത്ത് ഒരുപാട് ഇതേപോലെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് എന്തുകൊണ്ടും നമുക്കും ഉണ്ടാക്കിക്കൂടാ. അപ്പം അങ്ങനെ ഒരു തോട്ട് വന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു, റെഫറൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വിഷൻ ബോർഡിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഉണ്ടാക്കി നോക്കാം. നമ്മളിൽ കുറേ പേര് ന്യൂ ഇയർ ഒക്കെ ആ ഒരു ടൈം ആകുന്ന സമയത്ത് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കും. സോ ആ ഒരു റെസൊല്യൂഷൻസ് ഒക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യും. സോ അതാണ് വിഷൻ ബോർഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെതായ പല തെറ്റുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റായിരിക്കും, കൂടുതൽ അറിയുന്നവരാണെങ്കിൽ. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ് അബൌട്ട് മൈ മിസ്റ്റേക്ക്. ഒരുപാട് പേര് ഇതേപോലെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഈ ഒരു വിഷൻ ബോർഡ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിച്ച് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനും വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ അത് പ്ലേസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു റിമൈൻഡർ ഉണ്ടാവത്തുള്ളൂ. കാരണം നമ്മൾ പലരും റെസൊല്യൂഷൻസ് എടുത്തിട്ട് പിന്നെ ആ എടുത്ത റെസൊല്യൂഷൻസ് പോലും മറന്നു പോകുന്ന പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ നമുക്കത് റിമൈൻഡർ ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുള്ളൊരു റിമൈൻഡർ ആയിരിക്കും. സോ അത് നല്ലതായിരിക്കും, എല്ലാവരും ചെയ്യുന്നത് നല്ലതായിരിക്കും വിഷൻ ബോർഡ്. കാരണം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. സോ നമ്മളൊരു ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇയർ എൻഡ് ആകുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഹൗ ഫാർ വി കം, നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുണ്ട്, നമ്മൾ പല കാര്യങ്ങളും എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താൽ. സോ ഐ തിങ്ക് വിഷൻ ബോർഡ് ഈസ് എ ഗ്രേറ്റ് തിങ് ടു ഡു. ടു ബി ഹോണസ്റ്റ്, എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 2 years ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2023 ആൻഡ് 2024. പക്ഷേ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണെങ്കിൽ കൂടി നമുക്ക് പലരെയും തിരിച്ചറിയാൻ വേണ്ടി പറ്റി, പല ലൈഫ് ലെസൺസും നമുക്ക് കിട്ടി. അപ്പോൾ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം. കാരണം നമ്മളെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പുതിയ പുതിയ ലെസൺസ് തരും. നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചറിവൊക്കെ ഉണ്ടാവും. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ. അപ്പോൾ ഐ എം ഹാപ്പി ബിക്കോസ് മോശം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. സോ കഴിഞ്ഞ 2 years ഭയങ്കര വേഴ്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഐ തോട്ട് ഐ എം ഗോണ മേക്ക് 2025 മൈ ഇയർ. അപ്പോൾ എവരിവൺ ഗോണ സീ മൈ ന്യൂ വേർഷൻ. അപ്പോൾ ഐ തിങ്ക് എനിക്ക് ഒരുപാട് ചേഞ്ചസ് വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെയിങ്. സോ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് എ വിഷൻ ബോർഡ്. Let's get into the video. സോ ഫസ്റ്റ്ലി നമ്മൾ ഈ ഒരു ഇയറിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനോട് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇയറിൽ. സോ അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ പിൻട്രസ്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്യാൻവയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിക്സാർട്ട് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അങ്ങനെ കുറേ ആപ്സ് ഉണ്ട്. സോ അതൊക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവ യൂസ് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാഗസീനും ന്യൂസ് പേപ്പറിലൊക്കെ കുറേ ഫോട്ടോസ് ഉണ്ടാവും. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസൊക്കെ കട്ട് ചെയ്തെടുക്കാം. സോ അങ്ങനെ എനിക്ക് വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ A4 സൈസിലെ 3 പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്.
ഇതിന് ഒന്നിന് 40 റുപ്പീസാണ് വരുന്നത്. A3 സൈസിലെ പ്രിൻറ്റും ഉണ്ട്, അതേപോലെ A4 ഉണ്ട്. അപ്പം ഞാൻ A4 സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ പ്രിൻറ്റിൽ നിന്ന് എല്ലാം ഫോട്ടോസ് ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പണിയാണ്, എന്നാൽ പോലും നമുക്ക് വേണ്ടി ചെയ്യുകയാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചെയ്യാം. ഞാൻ സൈഡിലൊരു പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയാണ് 2025 അച്ചീവ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതേപോലെ ഒരു പേപ്പറിൽ ആദ്യം എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷമാണ് ഞാൻ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ബോർഡ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ക്യാൻവാസൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ രണ്ടും ഇല്ല, അതുകൊണ്ട് ഞാനൊരു കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ്ലി ഞാൻ കാർഡ് ബോർഡ് ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഓവറോൾ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോസൊക്കെ ജസ്റ്റ് ഇതേപോലെ ആ ഒരു ബോർഡിൻ്റെ മീത്തെ വെച്ചിട്ട് അതിൻ്റെ ലേഔട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ ഒട്ടിച്ച് വെച്ചു. കുറച്ചധികം പേഷ്യൻസോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ് ഈ ഒരു കാര്യം. അപ്പോൾ നമുക്ക് മടുപ്പ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇത് നമുക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് ഓർത്തിട്ട് ചെയ്യുക. സോ ഞാൻ എങ്ങനെ നല്ല രീതിക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. സോ എൻ്റെ വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. ഐ എം നോട്ട് പ്രിറ്റി ഷുവർ ദാറ്റ് ആ ഒരു ടൈമിലേക്ക് എനിക്കിത് മൊത്തം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് പറ്റുന്നത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഐ ഹോപ്പ് യു ഗൈസസ് വിൽ ഡു യുവർ ലെവൽ ബെസ്റ്റ് ആൻഡ് ഐ ഓൾസോ ഡു മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈമിലും എൻ്റെ റൂമിൽ ഉണ്ടാവാറുണ്ട്. സോ ഐ തോട്ട് എൻ്റെ റൂമിലെ ഒരു വാളിൽ ഇത് പ്ലേസ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാർഡ് ബോർഡിൻ്റെ ബാക്കിൽ കുറേ ഡബിൾ ടേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഒരു വാളിൽ അറ്റ് ലാസ്റ്റ് ഇത് പ്ലേസ് ചെയ്തു. എൻ്റെ ഒരു ഗോളായിരുന്നു 2025 ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതെന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളും നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.